പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടോ കയ്യിൽ? എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതങ്ങ് എടുത്ത് വന്നോന്നേ. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം മാത്രം അതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഒരു കത്രിക എടുക്കുക, എന്നിട്ട് ഇതുപോലെ നൈസായിട്ട് അങ്ങോട്ട് വെട്ടിക്കൊടുക്കുക. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ കുറേ പേരിങ്ങനെ കുറേ വീഡിയോസൊക്കെ അയച്ചിട്ട് ഇത് ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അയച്ചു തരലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു വീഡിയോ ആണ്. നമ്മളിത് ചെയ്യുമ്പോൾ അവർക്കും കൂടെ സന്തോഷമാവുമല്ലോ. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ, ഒരെണ്ണം മുകളിലോട്ട്, ഒരെണ്ണം താഴോട്ട്, ഒരെണ്ണം നടുവിലോട്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. വളരെ സിമ്പിളാണ്, എന്നാൽ കുറച്ച് നേരം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വരും കേട്ടോ. അത്യാവശ്യം മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു എന്ന്. എന്നാൽ പിന്നെ അധികം ടാസ്ക് ഇല്ലാത്ത എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് നേരം ഞാൻ ഇരിക്കേണ്ടി വന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലാന്നേ, വർക്ക് പൊളിയായിരുന്നു. അതുപോലെ നാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒന്ന് ലുക്കായില്ലേ. ഇനി എന്താ, ഇതിനൊരു സ്റ്റാൻഡ് വേണ്ടേ? അതിനെന്താ, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗമല്ലേ, അതങ്ങോട്ട് വെട്ടിയെടുക്കുക, എന്നിട്ട് അത് വെക്കുക, എന്നിട്ട് അടപ്പും കൂടെ വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് തെർമോക്കോൾസിൻ്റെ ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും തലപ്പ് കൂടെ അങ്ങനെ അങ്ങോട്ട് കുത്തിക്കയറ്റി വെക്കാം. ഇനി ഇതില്ലെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് പൂക്കൾ വെട്ടി അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതിയെന്നേ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായോ ഗൈസ്? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് സങ്കടമായില്ലേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. ഓക്കെ, ബായ്.